വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഇസ് ഡേ 4 ഇൻ മലേഷ്യ. ഇന്ന് നമ്മൾ കുറച്ച് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഡേ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരെ പോയിട്ടുണ്ടായിരുന്ന നാഷണൽ ഗിലോട്ടായിരുന്നു. അവിടെ അതിന്റെ അടുത്ത് തന്നെ അതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു ചെറിയ ഗാലറി ഒക്കെ ഉണ്ട്. പക്ഷെ അത് മലേഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു മദ്രസ കുട്ടികളെ സിയാറത്തിന് കൊണ്ടുവരുന്ന പോലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഖബർസ്ഥാനൊക്കെ വരുന്നുണ്ട്. ഇവരിലും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ അബുദാബി ഷെയ്ഖ് സയ്യിദ് പള്ളിയുടെ അത്രയ്ക്ക് വരില്ലെങ്കിലും അതിന്റെ ഒരു റിസംബ്ലൻസ് ഉള്ള ഒരു പള്ളിയായിരുന്നു ഇത്. ഇവിടെ നമ്മൾ കുറച്ചു നേരം നിന്നു. നമ്മുടെ പ്ലാനിൽ ഇവിടെ വരുമ്പോൾ നിസ്കരിക്കാമെന്നായിരുന്നു. പക്ഷെ നമ്മൾ അതിന് മുന്നേ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിസ്കരിച്ചിട്ടൊക്കെയാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കവർ ചെയ്തതിനു ശേഷം നേരെ കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസിലായിരുന്നു സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മലേഷ്യയിൽ വാക്കബിൾ ആയിട്ട് കാണും തോന്നുന്നത് കുറച്ച് സ്ട്രെങ്ത് എടുത്ത് വാക്ക് ചെയ്യുന്നതാണ് ബെറ്റർ ദാൻ ടാക്സി എടുക്കുന്നത്. കാരണം ആ ട്രാഫിക്കിൽ നിൽക്കേണ്ടി വരില്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിലോട്ട് നടക്കുക ചെയ്തത്. ഒരു റഫ്ലി ഒരു 15-20 മിനിറ്റിന്റെ ഒരു നടത്തേ വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് അത്യാവശ്യം നല്ല എക്സ്റ്റീരിയർ ഒക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. എല്ലാവരും പിക്ചേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലും കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കഫേസ് ഒക്കെ. നമ്മൾ അവിടെ ഒന്നും കയറിയിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ശരിക്കും എന്താ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കയറാത്തത്? കാരണം ഇതൊന്നും അത്ര ഫാസിനേറ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എല്ലായിടത്തും കയറാഞ്ഞത്. അതിനുശേഷം നേരെ പോയത് മെക്ഡൊണാൾഡ്സ് കഴിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ ഞങ്ങൾ കഴിച്ചത് KFC ആയിരുന്നു. കാരണം മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് പിടിക്കാൻ കുറച്ച് പാടാണ്. അവിടുത്തെ ഫുഡിന്റെ ഒക്കെ സ്മെല്ല് വരുമ്പോഴേ നമ്മൾ ആ സ്ഥലം വിടും. അപ്പൊ ഞങ്ങൾക്ക് KFC ഒക്കെ ആയിരുന്നു കുറച്ചും കൂടെ ഓക്കെ ആയി തോന്നിയത്. അതും ഇസ് നോട്ട് ദാറ്റ് ഗുഡ് എന്ന് പറയും ഞങ്ങൾ. അത് കഴിഞ്ഞ് നേരെ സെൻട്രൽ മാർക്കറ്റ് കുറച്ചും കൂടെ ഷോപ്പിംഗ് ആ ഒരു ഇതായിട്ട് അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ അപ്പോൾ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഒരു മലേഷ്യൻ ഫെസ്റ്റും ഒരു ബാൻഡൊക്കെ അവിടെ പാടുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഒരു സൈഡിലൂടെ പോയ നമ്മൾ ഫസ്റ്റ് ഡേ പോയ പെറ്റാലിംഗ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. സോ ആ സ്ട്രീറ്റിലും പോയി കുറച്ചും കൂടെ കറങ്ങി ഷോപ്പൊക്കെ ചെയ്തിട്ട് നേരെ തിരിച്ച് റൂമിലോട്ട് നടക്കുക ചെയ്തത്. ഇന്ന് നമ്മൾ ഉമ്മ ഇതുവരെ ഹോട്ടലിന് മുകളിൽ നിന്ന് നൈറ്റ് വ്യൂ കണ്ടിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ട് ഏറ്റവും മുകളിൽ പോയിട്ട് മലേഷ്യയുടെ ഒരു നൈറ്റ് വ്യൂ ആണായിരുന്നു. അപ്പൊ നമ്മളെ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ 3 ബിൽഡിങ്സ് ആയ മെറേക്ക, KL ടവർ, ട്വിൻ ടവർ ഒക്കെ കാണാം. കൂടെ ഒരു മെയിൻ മോളായ പവലിയൻ മോളും എല്ലാം കാണാം. അപ്പൊ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, അത് ജെന്നിങ് ഹൈലൻഡ്സ് കോലാലംപൂർ സിറ്റിയിൽ നിന്ന് നൈറ്റ് ആകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. നമ്മുടെ ക്യാമറക്കൊന്നും അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, ബട്ട് അടിപൊളിയാണ് അത് നിന്നിങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് നമ്മളെ ഡേ 4 വീഡിയോയിൽ കാണാം. ബൈ.